പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ. ഈ ചാനലിൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപ്പാടിന്റെ പുസ്തകം വരെയുള്ള ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഈ ദൈവവചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകുവാൻ വേണ്ടി എന്നോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ കേട്ട് ദൈവ അനുഗ്രഹം പ്രാപിക്കുന്നത് പോലെ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുക. പുതിയതായി കേട്ടു തുടങ്ങുന്നവർ ഉൽപ്പത്തി പുസ്തകം 1 മുതലുള്ള അധ്യായങ്ങൾ കേട്ടുവരിക. എല്ലാവരുടെയും പ്രാർത്ഥനാപരമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ലേവ്യരുടെ പുസ്തകം 9-ാം അധ്യായം. പുരോഹിത ശുശ്രൂഷ. 8-ാം ദിവസം മോശ അഹ്റോനെയും പുത്രന്മാരെയും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെയും വിളിച്ചു. അവൻ അഹ്റോനോട് പറഞ്ഞു, പാപപരിഹാര ബലിക്കായി ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ദഹനബലിക്കായി ഊനമറ്റ ഒരു മുട്ടാടിനെയും കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കണം. ഇസ്രായേൽ ജനത്തോട് പറയുക, പാപപരിഹാര ബലിക്കായി ഒരു കോലാട്ടിൻ മുട്ടനെയും ദഹനബലിക്കായി 1 വയസ്സുള്ളതും ഊനമറ്റതുമായ ഒരു കാളക്കുട്ടിയെയും ഒരു ചെമ്മരിയാടിനെയും സമാധാന ബലിക്കായി ഒരു കാളയെയും ഒരു മുട്ടാടിനെയും കർത്താവിന്റെ മുമ്പിൽ ബലിയർപ്പിക്കാൻ കൊണ്ടുവരിക. എണ്ണ ചേർത്ത ഒരു ധാന്യബലിയും അർപ്പിക്കുക. എന്തെന്നാൽ കർത്താവ് ഇന്ന് നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും. മോശ ആവശ്യപ്പെട്ടതെല്ലാം അവർ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്ക് കൊണ്ടുവന്നു. സമൂഹം മുഴുവൻ അടുത്തു വന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിലകൊണ്ടു. അപ്പോൾ മോശ പറഞ്ഞു, നിങ്ങൾ ചെയ്യണമെന്ന് കർത്താവ് കൽപ്പിച്ച കാര്യം ഇതാണ്. കർത്താവിന്റെ മഹത്വം നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടും. മോശ അഹ്റോനോട് പറഞ്ഞു, ബലിപീഠത്തിലേക്ക് വന്ന് നിന്റെ പാപപരിഹാര ബലിയും ദഹനബലിയും അർപ്പിക്കുക. അങ്ങനെ നിനക്കും ജനങ്ങൾക്കുമായി പാപപരിഹാരം ചെയ്യുക. ജനങ്ങളുടെ കാഴ്ചകൾ സമർപ്പിച്ച് അവർക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യുക. ഇങ്ങനെയാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്. അഹ്റോൻ ബലിപീഠത്തെ സമീപിച്ച് തന്റെ പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ കൊന്നു. അഹ്റോന്റെ പുത്രന്മാർ അതിന്റെ രക്തം അവന്റെ മുൻപിൽ കൊണ്ടുവന്നു. അവൻ വിരൽ രക്തത്തിൽ മുക്കി ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി. ശേഷിച്ച രക്തം ബലിപീഠത്തിന് ചുറ്റും ഒഴിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നതുപോലെ ബലിമൃഗത്തിന്റെ മേധസ്സും വൃക്കകളും കടലിന് മുകളിലുള്ള നെയ്മലയും ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു. മാംസവും തോലും പാളയത്തിന് വെളിയിൽ വെച്ച് അഗ്നിയിൽ ദഹിപ്പിച്ചു. അഹ്റോൻ ദഹനബലിക്കുള്ള മൃഗത്തെയും കൊന്നു. അവന്റെ പുത്രന്മാർ അതിന്റെ രക്തം അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അത് ബലിപീഠത്തിന് ചുറ്റും തളിച്ചു. ദഹനബലി മൃഗത്തിന്റെ കഷണങ്ങളും തലയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു. അതിന്റെ ആന്തരിക അവയവങ്ങളും കാലുകളും കഴുകി അതിനോടൊപ്പം ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു. അതിനുശേഷം അവൻ ജനങ്ങളുടെ കാഴ്ച സമർപ്പിച്ചു. പാപപരിഹാര ബലിയായി അവർക്ക് വേണ്ടി ഒരു കോലാടിനെ കൊണ്ടുവന്നു കൊന്നു. അതിനെ ആദ്യത്തേതിനെ പോലെ അർപ്പിച്ചു. അനന്തരം ദഹനബലി വസ്തു കൊണ്ടുവന്ന് വിധിപ്രകാരം സമർപ്പിച്ചു. പ്രഭാതത്തിലെ ദഹനബലിക്ക് പുറമെ ധാന്യബലിയും സമർപ്പിച്ചു. അതിൽ നിന്ന് ഒരു കൈനിറയെ എടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു. അഹ്റോൻ ജനങ്ങൾക്ക് വേണ്ടി സമാധാന ബലിയായി കാളയെയും മുട്ടാടിനെയും കൊന്നു. പുത്രന്മാർ അതിന്റെ രക്തം അവന്റെ അടുക്കൽ കൊണ്ടുവന്നു.
അവൻ അത് ബലിപീഠത്തിന് ചുറ്റും തളിച്ചു. അവർ കാളയുടെയും മുട്ടാടിന്റെയും കൊഴുത്ത വാലും ആന്തരികാവയവങ്ങളെ പൊതിഞ്ഞുള്ള മേധസ്സും വൃക്കകളും കടലിന്മേലുള്ള നെയ്വലിയും എടുത്തു. അവർ മേധസ് മൃഗങ്ങളുടെ നെഞ്ചിനു മീതെ വെച്ചു. അവൻ മേധസ് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു. മോശ കൽപ്പിച്ചിരുന്നത് പോലെ നെഞ്ചും വലത്തേക്കുറകും അഹ്റോൻ കർത്താവിന്റെ സന്നിധിയിൽ നീരാജനം ചെയ്തു. അതിനുശേഷം അഹ്റോൻ ജനത്തിന് നേരെ കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. പാപപരിഹാര ബലിയും ദഹന ബലിയും സമാധാന ബലിയും അർപ്പിച്ചതിനു ശേഷം അവൻ ഇറങ്ങി വന്നു. മോശയും അഹ്റോനും സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചു. പുറത്തിറങ്ങി വന്ന് അവർ ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ കർത്താവിന്റെ മഹത്വം ജനത്തിന് പ്രത്യക്ഷമായി. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ബലിപീഠത്തിലിരുന്ന് ദഹന ബലിയും മേധസ്സും ദഹിപ്പിച്ചു. ഇത് കണ്ടപ്പോൾ ജനമെല്ലാം ആർത്തു വിളിച്ച് സാഷ്ടാംഗം വീണു. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി.